കഴിഞ്ഞ ജൂൺ മാസം 3-ാം തീയതി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് മഴക്കാലപൂർവ്വ ചികിത്സാ ക്യാമ്പ് എന്ന പേരിൽ ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആയതിൻ്റെ പോസ്റ്റർ നമ്മൾ കാണുന്നത് 1-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ്. അതും പല വാർഡുകളിലും വന്നത് പല ആളുകളും വെച്ച സ്റ്റാറ്റസ് കണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ആയതിൻ്റെ ഭാഗമായി ചങ്ങരേരി പ്രദേശത്ത് 5 വാർഡുകൾക്കും കേന്ദ്രീകരിച്ച് ഒരു ക്യാമ്പ് തീരുമാനിക്കുമ്പോൾ ആ ക്യാമ്പ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചേർന്ന് നിൽക്കുന്നതിന് പകരം എല്ലാ വാർഡുകൾക്കും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന പൊതുജനങ്ങൾ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായി അവർ നിരന്തരമായി ഞങ്ങളെ ബന്ധപ്പെടുകയും അവർ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് അധികാരികളെയും ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആയതിൻ്റെ ഭാഗമായി 2-ാം തീയതി രാവിലെ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന് ചില പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും പോയി കാണുകയും ഈ നാടിനകത്ത് 5 വാർഡുകൾക്കും ഒരുമിച്ച് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലം അത് ചങ്ങലേരിയിൽ സ്കൂളിന് തൊട്ടടുത്തുള്ള ഉബൈദ് ചങ്ങലേരി വായനശാലയാണെന്നും അവിടേക്ക് അത് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവരത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ക്യാമ്പ് അന്ന് മാറ്റുന്ന സാഹചര്യമുണ്ട്. ആ ക്യാമ്പ് മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് ആ ക്യാമ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്യാമ്പ് മുടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രവർത്തകർ ശ്രമിച്ചു എന്ന രീതിയിൽ UDFിൻ്റെ ഒരു കള്ളപ്രചരണം ഈ നാട്ടിലൂടെ നടക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ നാടിനകത്ത് ഒരു പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ആ പഞ്ചായത്ത് ഒരു ക്യാമ്പ് ഭരിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ ജനങ്ങൾക്കും സൗകര്യപ്രദമാകുന്ന സ്ഥലത്ത് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഗുണോപകാരപ്രദമാകുന്ന രീതിയിൽ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ അവിടെ പോയി ആവശ്യപ്പെട്ടത്. അത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് അത് മാറ്റുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് എന്തോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് തീർത്തും വാസ്തവവിരുദ്ധമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നീതി ലഭ്യമാകണമെന്നും മുഴുവൻ ജനങ്ങൾക്കും ചികിത്സ ലഭ്യമാകണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഒന്ന് പഞ്ചായത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് ഉബൈദ് ചങ്ങലേരി എന്ന പേരിനോടും ഉബൈദ് ചങ്ങലേരി ലീഗ് ആയതുകൊണ്ടുമാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. എന്നാൽ ഉബൈദ് ചങ്ങലേരിയുടെ പേരിനോട് ഞങ്ങൾക്ക് ആത്മബന്ധമില്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള കുമരമ്പത്തൂരിലെ ഉബൈദ് ചങ്ങലേരി വായനശാലയിൽ വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതായത് ഉബൈദ് ചങ്ങലേരി എന്നുള്ള പേരോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമോ ഞങ്ങൾ ഇതുവരെ അലോസരപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തണമെന്നാണ്, ഞങ്ങളുടെ പുറകിലുള്ള സ്ഥാപനത്തിൽ നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അല്ലാതെ ഈ നാട്ടിൽ ചില UDFകാരും ലീഗുകാരും ഒക്കെ പറയുന്നത് പോലെ ആ പേരിനോടോ ആ പേരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഞങ്ങൾ ഇതുവരെ അലോസരപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ക്യാമ്പ് മുടക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കാരണം മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു പൊതുസ്ഥലത്തേക്ക് ഈ ക്യാമ്പ് മാറ്റണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ഒരു നിലപാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട്, സെക്രട്ടറിക്കും പ്രസിഡന്റിനും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ ക്യാമ്പ് ഇങ്ങോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ തീരുമാനിച്ച സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ള ധിക്കാരപരമായ തീരുമാനമാണ് ലീഗിന്റെ മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ എടുത്തത്. അവിടുന്ന് ആകെ കുറച്ച് ദൂരം ഇങ്ങോട്ടുണ്ട്. മുഴുവൻ ജനങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ആ ക്യാമ്പ് മാറ്റണമെന്ന് പഞ്ചായത്തിന് സെക്രട്ടറിക്ക് ലഭിച്ച ആക്ഷേപത്തിന്റെ ഭാഗമായിട്ട് സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോൾ അത് നടത്താൻ കഴിയില്ല, നിങ്ങൾ അവിടെ ക്യാമ്പ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റൊരു സ്ഥലത്ത് നടത്താൻ കഴിയില്ല എന്ന രീതിയിലേക്കുള്ള ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് UDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ ഇവിടെയല്ല വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ക്യാമ്പ് സ്ഥാപിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വാർഡിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും? പഞ്ചായത്ത് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി പ്രദേശങ്ങളിലെ എത്രത്തോളം ബാധിക്കും ക്യാമ്പ്? ചങ്ങലേരിയിൽ ആകെ 5 വാർഡുകളാണ്. 5 വാർഡുകളിൽ ഏറ്റവും തലക്കിലുള്ള അതായത് ഒരുപാട് അകലെയുള്ള മുഴുവൻ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് അവർ ആ ക്യാമ്പ് നിശ്ചയിച്ചത്. അവർ പറയുന്നുണ്ട് ഉബൈദ് ചങ്ങലേരി ചാരിറ്റബിൾ സൊസൈറ്റിയിലാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് പറയുന്നത്. സൊസൈറ്റിയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സൊസൈറ്റി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ CPMനും ഉണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, EMS ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ CPMനും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്.
ഞങ്ങളും ഇതുപോലെ തന്നെ ഉപകരണങ്ങൾ കൊടുക്കുകയും അതുപോലെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുകയും വേദനിക്കുന്ന ആളുകൾ കൂടെ നിൽക്കുന്നവർ തന്നെ ഞങ്ങളെല്ലാവരും. അല്ലാതെ ഇത്തരത്തിൽ നിങ്ങളെ ഈ UDFും അതുപോലെ ലീഗും നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകണം. ഒരു ക്യാമ്പ് നടത്തുന്ന മുഴുവൻ ജനങ്ങൾക്കും അതിന് ഗുണം കിട്ടണം. എല്ലാവർക്കും നടന്നെത്താൻ കഴിയുന്ന രീതിയിൽ മുഴുവൻ 5 വാർഡുകളുടെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് ഈ ക്യാമ്പ് നടത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. നാളിതുവരെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം ഇവിടെ നടന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഈ വൈദ്യ ചങ്ങലേരി വായനശാലയിൽ വെച്ചിട്ടാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞെട്ടരക്കടവ് ഭാഗം, മൂതിക്കൽ, അതുപോലെ തന്നെ പറമ്പുള്ളി, പിന്നെ വേണ്ടാകുറിശി തുടങ്ങിയ പൊരുന്നിക്കോട് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾക്ക് പ്രാപ്യമായ ഒരു പ്രദേശമാണിത്. ഇവിടെ വെച്ച് തന്നെ ഇതിനു മുമ്പ് എത്രയോ കാര്യങ്ങൾ പൊതു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണം മാറി എന്ന കാരണത്താൽ ഇത് ഇവിടുന്ന് അങ്ങ് മാറ്റുക എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയല്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ ഈ വായനശാലയിൽ എല്ലാവർക്കും എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ ഒരു പ്രദേശമായതിനാലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉള്ളതിനാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തിച്ചേരത്തക്ക വിധത്തിലും ഇവിടെ വെച്ചിട്ട് നടത്തുന്നതായിരിക്കും ഈ ആരോഗ്യ ക്യാമ്പിൻ്റെ വിജയം തീർച്ചയായിട്ടും ഇവിടെ വെച്ച് നടത്തുന്നതാണ് നമുക്ക് ഫലപ്രദമായിട്ടുള്ളത്. സാംസങ് സ്മാർട്ട് കഫേ ഇനി മണ്ണാർക്കാടും. സാംസങ്ങിന്റെ എല്ലാ മോഡലുകളും ഒരു കുടക്കീഴിൽ. മൊബൈൽ ഫോണുകൾക്ക് പുറമെ സാംസങ് ഗാഡ്ജറ്റ്സുകളായ സ്മാർട്ട് വാച്ചുകൾ, ഇയർഫോണുകൾ, ടാബുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി എല്ലാം 100% കൃത്യതയോടെയും വിശ്വസ്തയോടെയും നിങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നു. സാംസങ് സ്മാർട്ട് കഫേ, ചിറയിൽ ട്രേഡിംഗ് കമ്പനി, മെയിൻ റോഡ്, മണ്ണാർക്കാട്.